ഓം ശ്രീ ഗണേശാശാരദ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. ദശകം 51. അഘാസുരവധവും വനഭോജനവും. സർവനിയന്ത്രിതാവാകും ഗുരുവായൂരപ്പാ ഭവൻ ഒരു ദിനം ഗോപബാലകന്മാരോടൊപ്പം ചോറും കറിയുമേടുത്തു പശുക്കിടങ്ങളുമായി പ്രഭാതത്തിൽ കാട്ടിലേക്കു പുറപ്പെട്ടല്ലോ. അവിടുന്നു നടക്കുമ്പോൾ ഉയരുന്ന പൊടിയേറ്റ് അഖില ലോകവും പരിശുദ്ധമാകുന്നു. മുനിജനം ആനന്ദത്താൽ രോമാഞ്ചമണിഞ്ഞിടുന്നു. മുരഹരി പാദപംസു ദേഹത്തേൽക്കയാൽ സർവരൂപിയാകും ദേവാ അവിടുന്നോ ഒരു ദിനം സർവം പുല്ലു നിറഞ്ഞോരാ സ്ഥലത്തിലൂടെ സഞ്ചരിക്കും നേരത്തതാ അഘനെന്ന അസുരനും സർപ്പരൂപം പൂണ്ടു നിന്റെ വഴി തടഞ്ഞു. വായ് തുറന്നു പേരും പാമ്പ് വലിയൊരു ഗുഹ പോലെ ഗോപവൃന്ദം അതിനുള്ളിൽ കടന്ന നേരം വിളിപ്പാടകലെ നിന്നും ശ്യാമസുന്ദരനാകുമെൻ ഗോപബാലൻ കണ്ടു നിന്നു ഈ പ്രവർത്തികൾ. ഗോപന്മാരും പശുക്കളും പെരുമ്പാമ്പിനകത്തായി ദേഹമാകെ കൊടും ചൂടിൽ വെന്ത സമയം ഭക്തജനം നിൽക്കുന്നിടം ശ്രീകോവിലാക്കുന്ന ദേവൻ ഭക്തരക്ഷയ്ക്കായി പാമ്പിൻ അകത്തു കയറി. വായ്ക്കകത്തു കയറിയ ഗോപീകാരമണൻ കൃഷ്ണൻ വലുതാക്കി തൻ്റെ ദേഹം യോഗശക്തിയാൽ വല്ലാതെ വലഞ്ഞു. പാമ്പും ശ്വാസം മുട്ടി തളർന്നല്ലോ. വധിച്ചല്ലോ ഭഗവാനും ആഘാസുരനെ. ആഘാസുരദേഹത്തിൽ ഉയർന്നോരാ തേജപുഞ്ചം ആകാശത്തിൽ അല്പനേരം തെളിഞ്ഞു നിന്നു. അനന്തരം അവിടുത്തെ അനുപമഭൂമിനിയിൽ അലിഞ്ഞുപോയി അസുരനു മോക്ഷവും കിട്ടി. ആകാശത്തിൽ നിന്നു പുഷ്പവൃഷ്ടി ചെയ്തു ദേവജനം അവിടുന്നു ഗോപജന വൃന്ദത്തോടൊപ്പം അതിസുന്ദരമായൊരു സ്ഥലത്തെത്തി. അനന്തരം അതീവ ഹൃദ്യമാം ഉച്ചയൂണു കഴിച്ചു. കാലിക്കോലും മുരളിയും അരയിൽ തിരുകി കൃഷ്ണൻ കരമതിൽ ചോറൂരുള മെല്ലെയെടുത്തു. കളിച്ചു ചിരിച്ചു കൃഷ്ണൻ ഗോപന്മാർക്കു ആനന്ദമായി. കാരുണ്യാബ്ധേ ദേവജനം നിന്നെ സ്തുതിച്ചു. ദേവമധ്യത്തിങ്കലുള്ള യജ്ഞഭക്ഷണത്തെക്കാളും ഗോപമധ്യത്തിങ്കലുള്ള ഉച്ചഭക്ഷണം ഏറെ ഹൃദ്യം ഭവാനെന്നു സ്തുതിച്ചല്ലോ ദേവജനം. എൻ്റെ രോഗം മാറ്റിയിടേണേ ലോകനായക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.